നമസ്കാരം. തെക്ക് വടക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ VK ചെറിയാൻ, ഡൽഹിയിൽ നിന്നും. എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധവൻകുട്ടി, കൊച്ചിയിൽ നിന്നും. ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്, ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ മൈനോറിറ്റി വിഭാഗങ്ങളുടെ ഒരു കൺസോളിഡേഷൻ UDF ഉണ്ടായി എന്ന് കേൾക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മുസ്ലിം ലീഗ് ആണ് എന്ന് നമുക്കൊക്കെ അറിയാം. വളരെ എവിഡൻ്റ് ആയിട്ട് മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി UDFന്റെ കൂടെയാണ്. അവരുടെ ഈ പ്രാവശ്യത്തെ പല ചെയ്തികളും നമ്മൾ കണ്ടു. ആദ്യമായി രണ്ടോ മൂന്നോ നോമിനേഷൻസ് ഇതുവരെ കൊടുക്കാതിരുന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്നു. അതിൽ ഒരാള് പേരാമ്പ്രയിൽ നമ്മൾ കേട്ടത് ശരിയാണെങ്കിൽ LDF ചെയർമാനെ തോൽപ്പിച്ചവരെ എന്നുള്ള രീതിയിലേക്ക് ഉള്ള പ്രചാരണം നടക്കുന്നു. അപ്പോൾ എന്താണ് മുസ്ലിം ലീഗിന്റെ ഈ UDFന് അനുകൂലമായ തരംഗമെന്ന് നമ്മൾ കരുതുന്ന ഇന്നത്തെ സിറ്റുവേഷനിൽ മുസ്ലിം ലീഗിന്റെ റോൾ എന്താണ്? അവരെ എങ്ങനെയാണ് വളരെ വളരെ ചിട്ടയായി, എനിക്ക് തോന്നുന്നത് അവരും വളരെ ചിട്ടയായ CPM-നെ പോലെ അവരുടെ അണികളെ കൊണ്ടുവന്ന് അവരുടെ ജയമുറപ്പിക്കാൻ, UDFന്റെ ജയമുറപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. അതെന്താണ് കാണിക്കുന്നത്? എനിക്ക് നന്ദി ചെറിയാൻ. താങ്കൾ വളരെ ഈ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗത്തെ വളരെ മർമ്മപ്രധാനമായ ഭാഗത്താണ് താങ്കൾ ഈ ചർച്ച കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കേരളത്തിൽ പലരും ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യം. കാരണം മുസ്ലിം ലീഗിനെയോ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെയോ ഒരു ധ്രുവീകരണം അല്ലെങ്കിൽ ഏകീകരണം എന്ന് പറഞ്ഞാൽ അത് BJPയെ ശക്തിപ്പെടുത്തും എന്നുള്ള ഭയം മതനിരപേക്ഷവാദികളെ വല്ലാതെ പിടികൂടിയിട്ടുള്ള ഒരു സന്ദർഭത്തിലാണ് താങ്കൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് തയ്യാറായതെന്നുള്ളത് വളരെ വളരെ ആശ്വാസകരവും ശുഭകരവുമാണ്. കാരണം ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ മുസ്ലിം ലീഗിന്റെ ഈ തെരഞ്ഞെടുപ്പിലെ പങ്കിനെ പറ്റി സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സംബന്ധമായി BJPക്ക് ഒരു വാദവും ഉന്നയിക്കാൻ സഹായിക്കുകയില്ല എന്ന പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. എന്നാൽ ഇത് നമ്മൾ പറയാൻ ബാധ്യസ്ഥരുമാണ്, മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്കും പൊതുബുദ്ധിജീവികൾ എന്നുള്ള നിലയ്ക്കും. എങ്ങനെയാണ് കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ സമചിത്തതയോടുകൂടിയ എന്നാൽ വളരെ സുദൃഢമായ നിലപാടുകളോടെ സുവ്യക്തമായി ആദ്യം മുതൽ തെരഞ്ഞെടുപ്പിന്റെ കൗണ്ടിംഗ് കഴിയുന്നതുവരെ എങ്ങനെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വവും അതിന്റെ അണികളും തെരഞ്ഞെടുപ്പ് പ്രവർത്തകരും പ്രവർത്തിച്ചു എന്ന് ഇന്ത്യയുടെ തന്നെ ജനാധിപത്യ ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു സന്ദർഭമാണ്. കാരണം മുസ്ലിം ലീഗ് ശ്രീ മോഡിയും അമിത്ഷായും എല്ലാം കോൺഗ്രസിനെ മാവോയിസ്റ്റ് മുസ്ലിം കോൺഗ്രസ് എന്ന് വിളിച്ച് വ്യാപകമായി പ്രചരണം നടത്തിയ കേരളത്തിൽ തങ്ങളുടെ മതനിരപേക്ഷ നിലപാടുകൾ ആത്മാർത്ഥമായി വിശ്വസിച്ച് എന്നാൽ മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധികളാണെന്നുള്ള കാര്യം മറക്കാതെ UDFന്റെ അടിത്തറയായി നിന്നുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു മുന്നേറ്റം അവർ കേരളത്തിൽ സാധ്യമാക്കിയിരിക്കുന്നു. മുസ്ലിം ലീഗിന്റെ കൃത്യമായ രാഷ്ട്രീയ സമീപനവും അടിത്തറയും ഇല്ലായിരുന്നെങ്കിൽ UDFന് ഇതിൽ മത്സരത്തിൽ പോലും കേരളത്തിൽ ഉണ്ടാവാൻ കഴിയുകയും. ഇത് യാഥാർത്ഥ്യമാണ്. ഇത് മതനിരപേക്ഷ കക്ഷികളുടെ ഏറ്റവും വലിയ ആശ്വാസവും. താങ്കൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തുടക്കം മുതൽ ഒന്നിലും പ്രകോപിതരാവാതെയാണ് തങ്ങളും മുസ്ലിം ലീഗ് നേതൃത്വവും കേരളത്തിൽ പ്രവർത്തിച്ചത്. അത് ആദ്യം സന്ദർശിക്കും. പലതരത്തിലുള്ള ആക്രമണങ്ങൾ മുസ്ലിങ്ങൾക്കെതിരെ, മലപ്പുറത്തിനെതിരെ മോഡിയുടെയും അമിത്ഷായുടെയും വെള്ളാപ്പള്ളി നടേശന്റെയും മറ്റുമുള്ള പരസ്യമായ ഇസ്ലാമോഫോബിക് പ്രചരണത്തിൽ പ്രകോപിതരാവാതെ എന്നാൽ തങ്ങളുടെ മതപരമായി തങ്ങൾക്ക് വിയോജിപ്പുള്ള ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ മുജാഹിദ് തുടങ്ങിയ സംഘടനകളുമായി ഒരു തർക്കത്തിനും പോവാതെ നിശബ്ദമായി അവർ തെരഞ്ഞെടുപ്പിൽ അത്യന്തം ഇടപെട്ടു. ഇതിന് ഞാൻ സാക്ഷിയാണ്. ഇത് തുടങ്ങിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തുടങ്ങിയതാണ്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കും മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ സീറ്റുകൾ നൽകി അവരെ വിജയിപ്പിച്ചതിലൂടെ കാണിച്ചതാണ്. പഞ്ചായത്ത് ലോക്കൽ ബോഡീസിൽ കണ്ടതാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുകയും
രണ്ട് കാര്യങ്ങൾ എനിക്ക് കാണാൻ കഴിഞ്ഞു അടിസ്ഥാന ഗ്രാസ് റൂട്ട് തലത്തിൽ. ഒന്ന്, പൊതുവെ തിരഞ്ഞെടുപ്പിൽ അലസത കാണിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും സ്ഥാനാർത്ഥികളെയും സജീവമാക്കിയത് മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു. ഓരോ മണ്ഡലത്തിലും, ഞാൻ പേരെടുത്ത് പറയുന്നില്ല കാരണം അതിന് സമയമില്ല, താങ്കൾ ഈ വിഷയം കാണും, അത് മറക്കാതിരിക്കേണ്ട കാര്യം, അത് മാധ്യമങ്ങൾ ഒരിക്കലും സ്പർശിക്കാത്ത കാര്യം. ഈ UDFന്റെ ക്യാമ്പയിൻ അതിന്റെ കാറ്റലിസ്റ്റ് അത് അവരെ പ്രവർത്തന സജ്ജമാക്കിയതും ഉത്സാഹപ്പെടുത്തിയതും ഇതിന് മുൻപില്ലാത്തവണ്ണം മുസ്ലിം കാഡറുകളായിരുന്നു. അതിന് നിരവധി ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും. പല സ്ഥാനാർത്ഥികളും എന്നോട് പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഞാൻ പ്രവർത്തനത്തിന് തയ്യാറാകുന്നതിന് മുമ്പ് മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്റെ വീട്ടിന് മുന്നിലെത്തിയിരുന്നു. പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളും എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കാണിക്കുന്നത് വളരെ വലിയൊരു രാസപ്രക്രിയ, ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച രാസപ്രക്രിയയാണ്. മുസ്ലിം ലീഗ് അണികളും കോൺഗ്രസുമായി ഉള്ള അപൂർവ, ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ലാത്ത, പല തെരഞ്ഞെടുപ്പുകളിൽ കാണാത്ത വിധത്തിലുള്ള ഒരു രാസപ്രക്രിയ, ഒരു എന്താ പറയുന്ന ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്നത് സജീവമായി കൊണ്ടുവരിക, അത് നിശബ്ദം ചെയ്യുക, അത് വളരെ പ്രധാനമാണ്. മുസ്ലിം ലീഗ് അമിതമായി എവിടെയെങ്കിലും ആവേശം കാട്ടിയാൽ RSS ഫാസിസ്റ്റുകൾ അതിനെ മുതലെടുത്തുകൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കും. അതുകൊണ്ട് അവരുടെ കോട്ടകളിൽ പോലും വളരെ സമചിത്തതയോടുകൂടി ഒരു തരത്തിലുള്ള പ്രകോപനങ്ങൾക്കും മുദ്രാവാക്യങ്ങൾക്കും ഇടകൊടുക്കാതെ അവർ സമർത്ഥമായി ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു. അതിന്റെ വിജയങ്ങൾ കാണാൻ പോകും. അല്ല, അത് താങ്കൾ പറയുന്നത് ബംഗാളിലെ പോലെയോ അസാമിലെ പോലെ ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന അവിടെ ഒവൈസിമാരും എന്താണ് ഒരു സുഗന്ധദ്രവ്യ കച്ചവടം നടത്തുന്ന ഒരു മുസ്ലിം കക്ഷിയുണ്ട് ആസാമിലെ, അദ്ദേഹത്തിന്റെ പാർട്ടി, അതുപോലെ തന്നെ ഹുമയൂൺ കബീർ എന്ന് പറഞ്ഞൊരു പുതിയ ഇൻഡിപെൻഡന്റ് ആയിട്ട് TMCക്കെതിരെയും എല്ലാ പാർട്ടികൾക്കെതിരെയുള്ള ഒരു മുസ്ലിം പാർട്ടി മാൽദ മുർഷിദാബാദ് ഏരിയയിൽ ബംഗാളില്. അതുപോലെ അല്ലാതെ താങ്കൾ പറയുന്നത് യാതൊരു പ്രൊവോക്കേഷനും ഇല്ലാതെ എല്ലാ ജനാധിപത്യ മര്യാദകളും പാലിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗ്, അവരുടെ പേര് പഴയ പാകിസ്ഥാൻ നിർമ്മിച്ച മുസ്ലിം ലീഗിന്റെ ആയിരിക്കും, പക്ഷേ അവർ ചെയ്തത് വളരെ, എനിക്ക് തോന്നുന്നത് ഇതിൽ കൂടുതൽ ദേശാഭിമാനി ആകാൻ ആർക്കും ഇന്നത്തെ സിറ്റുവേഷനിൽ കഴിയുമോ എന്നെനിക്ക് തോന്നുന്നില്ല. താങ്കൾ പറയുന്നത് കേട്ടാൽ തീർച്ചയായിട്ടും ബംഗാളിലെ താങ്കൾക്ക് എന്നേക്കാൾ കൂടുതൽ വടക്കേ ഇന്ത്യയിലെയും ആസാമിലെയും മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ഇന്നത്തെ ചിത്രം താങ്കൾക്ക് എന്നേക്കാൾ അറിയാം. അതിനുമായി യാതൊരു താരതമ്യമില്ലാത്ത ഒരു ഇവോൾവ് ആയിട്ടുള്ള ജനാധിപത്യ മതനിരപേക്ഷ കക്ഷിയായി മുസ്ലിം ലീഗ് നേതൃത്വം പ്രവർത്തിച്ചു. അതിന് വളരെ കൃത്യമായ ഉദാഹരണങ്ങളുണ്ട്. അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു ഹിന്ദു സ്ത്രീ, ഒരു ദളിത് സ്ത്രീ, അത് സംവരണമില്ലാത്ത മണ്ഡലത്തിൽ, ഇത് താങ്കളുടെ സുഹൃത്തുക്കളോട് ദയവായി പറയണം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് BJPയെ പരാജയപ്പെടുത്താൻ കഴിയുക. നിങ്ങൾ ഏറ്റവും വർഗീയമായി ചാപ്പയടിച്ച മുസ്ലിം ലീഗ്, അവരുടെ മലപ്പുറത്തിന്റെ പേരിൽ ദിവസവും ആക്രമിക്കപ്പെടുന്ന മുസ്ലിം ലീഗ്, അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരു സംവരണമല്ലാത്ത മണ്ഡലത്തിൽ മലബാറിൽ ഒരു ഹിന്ദു സ്ത്രീയെ നിലനിർത്തിയെന്ന കാര്യം ഇപ്പോഴും ഇന്ത്യയിൽ ജനാധിപത്യവാദികൾ അത് സത്യം ജനങ്ങളിൽ എത്തിച്ചിട്ടില്ല, മുസ്ലിങ്ങളിൽ എത്തിച്ചിട്ടില്ല, ഹിന്ദു വോട്ടർമാരിൽ എത്തിച്ചിട്ടില്ല. അത് താങ്കൾ മറക്കരുത്. രണ്ട്, അവരുടെ ഇടയിൽ തന്നെയുള്ള യാഥാസ്ഥിതികമായ സുന്നി പണ്ഡിതന്മാരുടെ എതിരഭിപ്രായത്തെ ഭയപ്പെടാതെ ഒരു തലയിൽ തട്ടമിട്ട ഒരു പെൺകുട്ടിയെ, ഒരു യുവതിയെ, ഒരു യുവ മുസ്ലിം ലീഗ് പ്രവർത്തകയെ പേരാമ്പ്രയിൽ അവർ സ്ഥാനാർത്ഥിയായി നിർത്തി. വളരെ ഉശിരൻ പ്രവർത്തകയെ അപ്പൊ മുസ്ലിങ്ങളുടെ ജീവിതത്തിൽ, മുസ്ലിങ്ങളുടെ രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് പങ്കില്ല എന്ന വമ്പൻ നുണ ഇവിടെ കേരളത്തിൽ പൊട്ടിയിരിക്കുകയാണ്.
അവർ യാഥാസ്ഥിതികരാണ്, അവരുടെ സ്ത്രീകൾക്ക് യാതൊരു സാമൂഹ്യ ജീവിതമില്ല, അവർക്ക് കുടുംബത്തിലെ അടിമകളാണ്. ഈ തുടങ്ങിയ വമ്പൻ നുണകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ RSSും ഹിന്ദുത്വവാദികളും ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനുള്ള മുഖത്തടിച്ച മറുപടിയാണ് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക. ഇത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പറയില്ല. താങ്കൾ അതറിയാമല്ലോ. താങ്കൾക്ക് കേരളത്തിൽ ഏതെങ്കിലും പത്രത്തിൽ ഇതിന്റെ ദേശീയ രാഷ്ട്രീയ പ്രാധാന്യം താങ്കൾ കേട്ടോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയാം, അവരുടെ രാഷ്ട്രീയ സത്വത്തെ കൃത്യമായി, മതനിരപേക്ഷ സത്വത്തെ കൃത്യമായി നിർവചിച്ചുകൊണ്ട് അവർ ഇത്തവണ ഈ UDFന്റെ പ്രവർത്തനത്തിന് അവർ മുൻപന്തിയിലാണെന്ന് പറഞ്ഞാൽ ഉടനെ അതിനെതിരായിരുന്നു. അതുകൊണ്ട് അത് പറയാം, നിശബ്ദമായി സമർത്ഥമായി UDFനെ മുന്നേറ്റത്തിലേക്ക് നയിക്കുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത്. ഒരു ഉദാഹരണം കൂടി ഞാൻ താങ്കളോട് പറയുന്നത് വെറുതെ പറയുന്നതല്ല. ഇന്ന് പുറത്തു വന്നിട്ടുള്ള വിശദമായ കണക്കുകളുണ്ട്. അത് ഓരോ മണ്ഡലത്തിലും ഇതിനു മുൻപിലുള്ള ഇലക്ഷനിൽ ഉണ്ടായിരുന്ന ആകെ വോട്ട്, പോൾ ചെയ്ത വോട്ട്, ഇത്തവണ SIRന് ശേഷം ചെയ്ത വോട്ട് ഞാൻ ഇന്ന് താങ്കളുടെ ഈ പരിപാടിക്ക് മുൻപ് ഓടിച്ചു നോക്കുകയും അത്ഭുതകരം. അതായത് മുസ്ലിം ലീഗിന് ശക്തിയും സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ എല്ലാം ശതമാനം മാത്രമല്ല കൂടിയത്, ആക്ച്വലായി വോട്ട് ചെയ്തവരുടെ എണ്ണവും കൂടിയിരിക്കുന്നു. ഞാൻ വെല്ലുവിളിക്കുകയാണ് പണ്ഡിതന്മാരോട്. ഈ തിരഞ്ഞെടുപ്പ് പണ്ഡിതന്മാരായി അഭിനയിച്ച് ചർച്ച നടത്തുന്നവരും ഫെഫ്സോളജിസ്റ്റിനോടും കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ പ്രകടമായി കാണാവുന്നത് മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പാലക്കാട് ജില്ലയടക്കം മലബാറിലെ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ അവരുടെ വോട്ടുകളും ചെയ്യിപ്പിച്ചിരിക്കുന്നു, ശതമാനവും വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഒരു പാർട്ടിക്ക് കേരളത്തിൽ ഇത്തരത്തിലുള്ള അഭിമാനിക്കാവുന്ന ഒരു ജനാധിപത്യ ഒരു അവകാശം ഉന്നയിക്കാൻ കഴിയുകയില്ല. കാരണം ഇവിടെ പോളിംഗ് കൂടി എന്ന് പറഞ്ഞ് വലിയ ബഹളം നടക്കുമ്പോൾ എത്ര വോട്ട് കൂടി എന്ന് ചോദിക്കാനുള്ള ഒരു അന്വേഷണാത്മക പത്രപ്രവർത്തനം കേരളത്തിലില്ല. ഇന്നലെയും മിനിയാന്നുമായി മുഴുവൻ ആഘോഷിക്കുകയായിരുന്നു. വോട്ട് കൂടി, അതിന്റെ പേരിൽ UDF തരംഗമുണ്ടാകുമോ, അതിന്റെ പേരിൽ എന്തെങ്കിലും ഇത് അന്വേഷിക്കുമ്പോൾ ഇവിടുത്തെ യാഥാർത്ഥ്യം ന്യൂനപക്ഷങ്ങളായ പ്രബല ന്യൂനപക്ഷമായ കേരളത്തിലെ പ്രബല ന്യൂനപക്ഷമായ ഭരണത്തിൽ ഇരുന്നിട്ടുള്ള മുസ്ലിം ലീഗ്, ഏറ്റവും ആക്രമിക്കപ്പെടുന്ന മുസ്ലിം ലീഗ് അവരുടെ വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തിരിപ്പിക്കുന്നു. അത് മറ്റ് രാഷ്ട്രീയ കോൺഗ്രസിന് പോലും അവകാശപ്പെടാൻ പറ്റില്ലെന്ന് വസ്തുതകൾ കാണിക്കും. താങ്കളുടെ വടക്കേ ഇന്ത്യൻ സുഹൃത്തുക്കളെ കൊണ്ട് കാണിക്കണം. അത് മാത്രമല്ല, ഇന്ന് ഞാനൊരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. തങ്ങൾ ഫാമിലിയിൽ നിന്നും ഒരാൾ പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ഉപമുഖ്യമന്ത്രി പദം അവകാശപ്പെടാനുള്ള എല്ലാ യോഗ്യതയുമുണ്ട്, പക്ഷെ ഞങ്ങളത് ചെയ്യുന്നില്ല എന്നവര് പറഞ്ഞു. അതായത് അങ്ങനെ ഇതാണ് ഞാൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് മുസ്ലിം ലീഗിന് പുറത്തുള്ളവർക്ക് അല്ലെങ്കിൽ അമുസ്ലിങ്ങൾക്ക് വലിയ ആശ്വാസം പോലെ തോന്നും, അല്ലെ? ഉപമുഖ്യമന്ത്രി പദം മുസ്ലിം ലീഗ് ചോദിക്കുന്നില്ല. അവർ ചോദിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ലജ്ജിക്കണം. അവർക്ക് അവകാശപ്പെട്ടതാണ് പ്രാതിനിധ്യം, അല്ലെ? 28% ഉള്ള ജനസംഖ്യയുടെ മുഖ്യ രാഷ്ട്രീയ പ്രതിനിധി ഞങ്ങൾ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നാണിക്കേണ്ടത് മതനിരപേക്ഷ കക്ഷികളും ഹിന്ദുക്കളും. കാരണം അവർക്ക് അവകാശപ്പെട്ടത് അവർ വേണ്ടെന്ന് പറയുകയാണ്. എന്തുകൊണ്ട് അവകാശപ്പെട്ടത്? അവർ ത്യജിക്കുകയാണ്, ത്യാഗം ചെയ്യുകയാണ്. കാരണം ഫാസിസ്റ്റുകൾക്ക് അത് ഒരു വടിയായി മാറരുത് എന്നുള്ള ജനാധിപത്യ ബോധം, മതനിരപേക്ഷ ബോധം, ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉയർന്ന ബോധമാണ്. അല്ലെങ്കിൽ ഈ ഇടതുപക്ഷം പോലും പറഞ്ഞേക്കാം, അഞ്ചാം മന്ത്രി ചോദിച്ചു, ഉപമുഖ്യമന്ത്രിയാവാൻ ശ്രമിക്കുന്നു. ഈ സർക്കാർ UDF ജയിച്ചാൽ അതിനെ നിയന്ത്രിക്കുക മുസ്ലിം ലീഗിലൂടെ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്ന് വരെയുള്ള പ്രചരണം ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ കേട്ടത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഇത് പറയാൻ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയണം. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെന്ന് ഞങ്ങൾ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അറിയാം. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് 5ാം സ്ഥാനമെന്നും ഉപമുഖ്യമന്ത്രി. എന്നാൽ നിങ്ങൾ
ജനാധിപത്യത്തിന്റെ സന്തുലിതാവസ്ഥ തകർക്കാൻ ഫാസിസ്റ്റുകളെ അനുവദിക്കുന്നില്ല, തീവ്രവാദികളെ അനുവദിക്കുന്നില്ല. വീണ്ടും വളരെ പ്രകോപനപരമായ SDPIയുടെ നിലപാടുണ്ടായിരുന്നു. അതും താങ്കൾ മറക്കരുത്. ഈ തെരഞ്ഞെടുപ്പിൽ RSSന് ബദലായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞ്, ചെറുത്തുനിൽപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞു വന്ന SDPI അവരുടെ നിരവധി നേതാക്കളെ RSS സർക്കാർ ജയിലിലിട്ടപ്പോൾ അവർ മുഖ്യ ശത്രുവായി മുസ്ലിം ലീഗിനെ കണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അറിയാമോ? അതാണ് തെരഞ്ഞെടുപ്പിൽ അവർ എന്തിന് BJPക്ക് കൃത്യമായ വിജയസാധ്യതയുള്ള മഞ്ചേശ്വരത്ത് പോലും സ്ഥാനാർത്ഥിയെ നിർത്തി ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു മുസ്ലിം ലീഗ് ലീഡർഷിപ്പ്. അപ്പോഴും അവർ സമചിത്തത കൈവിട്ടില്ല. അവർ ആവശ്യപ്പെട്ടു, അവർ അപേക്ഷിച്ചു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഒരു തർക്കത്തിന് പോയില്ല. ഇതിൽ കൂടുതൽ നയതന്ത്രജ്ഞത, ഇതിൽ കൂടുതൽ മതനിരപേക്ഷ ജനാധിപത്യ ബോധം ഇന്നത്തെ ഇന്ത്യയിൽ ഏത് മുസ്ലിം കക്ഷിക്കാണ് ചെറിയാൻ കാണിച്ചു തരുന്നത്? താങ്കൾക്ക് നിരവധി കക്ഷികളെ അറിയാം. ഒവൈസിയുടെ പാർട്ടിയെ അറിയാം, ആസാമിലെ പാർട്ടികളെ അറിയാം. ഇതാണ് മലയാളികളുടെ അഭിമാനത്തിന്റെ ഒരു ഭാഗമാണിത്. ഇതിനെ മുസ്ലിം പാർട്ടികൾ മാത്രമല്ല, നോൺ മുസ്ലിം പാർട്ടികൾ എത്രയുണ്ടെന്നുള്ളൊരു ചോദ്യമാണ് എനിക്കുള്ളത്. കോൺഗ്രസ് പോലും പലയിടത്തും പറയുന്നു, കോൺഗ്രസ് പോലും എത്ര വേഗമാണ് മൃദു ഹിന്ദുത്വ കളിക്കുന്നത്. അവരിൽ എത്ര പേരുമാണ് കൂട്ടത്തോടെ കോൺഗ്രസിൽ ചേരുന്നത്. ഇതെല്ലാം നടക്കുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്ന് എവിടെയെങ്കിലും നിങ്ങൾ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേശിയെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? എവിടെയെങ്കിലും അവരുടെ ആളുകൾ പോകുന്നത് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? എന്നിട്ടും കേൾക്കേണ്ട ചീത്തയെല്ലാം അവർ കേട്ടുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൽ നിന്റെ പോട്ടെ, അവർ പറയാൻ താല്പര്യമില്ല. എന്നിട്ട് പോലും നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ ഷാഫി പറമ്പിലിനെ പോലെ മുസ്ലിം ഒരു പേരുള്ള മുസ്ലിമായി ജനിച്ച കോൺഗ്രസ് നേതാവിനെ തോളിലേറ്റി നടക്കുന്നത് മുസ്ലിം ലീഗായിരുന്നു, അല്ലെ? ഇത് നമ്മൾ കണ്ടതാണ്. ഇതാണ് കാണിക്കുന്ന ജനാധിപത്യ ബോധം, ഐക്യമുന്നണി ബോധ്യം. ഫാസിസത്തെ പരാജയപ്പെടുത്താൻ വേണ്ട ഐക്യമുന്നണിയുടെ മനസാക്ഷി ലീഗ് പ്രതിനിധീകരിക്കുന്നു ഇന്ന്. കാരണം അവർ അറിഞ്ഞുകൊണ്ട് തങ്ങളുടെ മാക്സിമം പരിപാടിക്കല്ല ഇന്ന് നിൽക്കേണ്ടത്. ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കുക, കേരളത്തിൽ BJPക്ക് കാലുകുത്താൻ ഇടം കൊടുക്കാതിരിക്കുക എന്ന മുഖ്യ കർത്തവ്യമാണ് അവർ സുത്യർഹമായി കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിർവഹിച്ചത്. ഇനി അവർ ജയിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പാണ്, നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ എന്റെ കണക്കുകൂട്ടലിൽ ഏറ്റവും ഹൈ സ്ട്രൈക്ക് റേറ്റ് എഴുതിയെടുത്തോളൂ, എഴുതിയെടുത്തോളൂ. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പിൽ ഹൈയസ്റ്റ് സ്ട്രൈക്ക് റേറ്റ് മുസ്ലിം ലീഗിൻ്റെതായിരിക്കും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. അത് ഇന്ത്യക്കും ഒരു പാഠമായിരിക്കും, അത് കോൺഗ്രസിനും പാഠമായിരിക്കും, ഇടതുപക്ഷത്തിനും ഒരു പാഠമായിരിക്കും. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ, ഈ ദുർഘടം പിടിച്ച ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ഉത്തരവാദിത്വമുള്ള ന്യൂനപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി എങ്ങനെ പെരുമാറണം എന്നുള്ളതിന്റെ ഒരു ക്ലാസ് ആയിരുന്നു കേരളത്തിൽ കണ്ടത്. അതാണ് സാർ, നമ്മളെ സമയം ക്രമിക്കുന്ന നിർത്തേണ്ടിയിരിക്കുന്നു. അതായത് താങ്കൾ പറഞ്ഞു വരുന്നത് ഒരു അവസ്ഥയിൽ ജനാധിപത്യത്തിൽ ഒരു പാർട്ടി റൂളിലേക്ക് BJP കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ജനാധിപത്യത്തിന്റെ ഒരു മകുട ഉദാഹരണം ഇലക്ഷൻ പ്രോസസ്സിൽ പ്രചാരണത്തിൽ കാത്തു സൂക്ഷിച്ച മുസ്ലിം ലീഗിനെ കേരളത്തിലെങ്കിലും ആഘോഷിക്കപ്പെടേണ്ട ഒരു പാർട്ടിയാണ് എന്നാണ് താങ്കൾ പറയുന്നത്. എനിക്ക് പ്രത്യേകിച്ച് ബംഗാളിലും അസാമിലും ചില മുസ്ലിം ഗ്രൂപ്പുകൾ ചെയ്യുന്ന പരിപാടികൾ കാണുമ്പോൾ അതോടെ കാണുമ്പോൾ നമുക്ക് മുസ്ലിം ലീഗിന്റെ ഈ പ്രവർത്തനത്തെ എത്ര ജനാധിപത്യപരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്ദി, നമസ്കാരം. വേറെ വിഷയമായി ഞങ്ങൾ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്.